സുഹൃത്തുക്കൾ, അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് 3 ചെറിയ കുളങ്ങൾ വറ്റിച്ച് ചളിയിൽ തപ്പി രസകരമായി മീൻ പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്ക്. ഇത് സ്ഥലം വരുന്നത് തിരുനാവായ ഏരിയയിൽ താമരക്കായലിന് നടുവില് വരുന്ന ചെറിയ 3 കുളങ്ങളാണ് കേട്ടോ. അപ്പൊ കുളം എന്നും കുഴി എന്നൊക്കെ പറയാ, പണ്ട് കാലത്ത് മണ്ണെടുത്തുണ്ടായ കുഴികളാണ്. അപ്പൊ 3 ഒരുമിച്ചാണ് കേട്ടോ, ഒന്നിനപ്പുറത്തൊന്നായിട്ട് അത്തരത്തിലാണ് ഈ ഒരു 3 കുഴികൾ വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ കുഴി ഇതേ ഈ കാണുന്ന കുഴിയായിരുന്നു. അപ്പൊ ഇതിലുള്ള മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് ഈ കാണുന്ന ഡ്രമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മീൻപിടുത്തം കഴിഞ്ഞ് 3 കുഴികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളും നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ കുഴി ഇതാണ് കേട്ടോ. അപ്പൊ ഇതിലുള്ള മീൻപിടുത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റിച്ച് മീൻ പിടിക്കാൻ പറ്റുന്ന രൂപമായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കാം എത്രത്തോളം മീൻ കിട്ടും എന്നൊക്കെ. അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ അടിച്ച് വാർക്കാനായിട്ട് ഈ ഒരു കുഴിയുടെ മുകൾ വശത്തായിട്ട് 2 പമ്പ് സെറ്റുകൾ വെച്ചിട്ടാണ് വെള്ളമൊക്കെ അടിച്ച് വാർത്തുകൊണ്ടിരിക്കുന്നത്, തൊട്ടപ്പുറത്തുള്ള കണ്ടത്തിലോട്ടൊക്കെ ആയിട്ട് കേട്ടോ. അപ്പൊ 3ക്ക് 3 വെള്ളം തള്ളുന്ന നല്ല അടിപൊളി 2 പമ്പ് സെറ്റുകളാണ് നമ്മളെ സുഹൃത്തുക്കളെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വാർന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പാടത്തുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ കുഴികളുമാണ്. അപ്പൊ 2 പമ്പ് സെറ്റ് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തില് വെള്ളമൊക്കെ വറ്റി മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ഇത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തേലോട്ട് പോട്ടോ. അങ്ങോട്ട് ഇറങ്ങും. ഒതുക്ക്. അതൊരു മുതലാട്ടാ. മുതല് വേറെ മീനാട്ടാ. എല്ലാരും പോകട്ടാ. ഒന്നും കിട്ടില്ല. നീർക്കോലി എങ്ങോട്ടെന്നാ ഒന്ന്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ രണ്ടാമത്തെ കുഴിയിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടിയ മീനുകളൊക്കെ ഈ ഒരു യെല്ലോ മീൻ ബോക്സിലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു നീല ഡ്രമ്മിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു നീല ഡ്രമ്മിലോട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കുഴിയിലുള്ള മീനും രണ്ടാമത്തെ കുഴിയിലുള്ള മീനും നമ്മളെ ഈ ഒരു നീല ഡ്രമ്മിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ മൂന്നാമത്തെ കുഴിയിലോട്ട് നോക്കാം. അപ്പൊ മൂന്നാമത്തെ കുഴിയിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചത് നമ്മളെ സുഹൃത്തുക്കൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം മീന് മൂന്നാമത്തെ കുഴിയിൽ നിന്ന് കിട്ടും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനും ലാസ്റ്റ് നമ്മൾ കാണിക്കൂട്ടോ. അതൊരു മുട്ടി സാധനം ഒക്കെ ബാബോട്ട് ഒതുക്കി.
കടുണ്ട കടുവ സംഭവ സാധനങ്ങളായിട്ട് ഏറ്റിക്കൊണ്ടുപോണ പൊരിക്ക് പൊരിക്ക് ഒതുക്കി 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 സാധനം അതവിടെ അടുത്ത് അതടുത്ത് സാധനം തൊട്ടടുത്ത് ശാലങ്ങും വിലങ്ങും മീന എവിടെ എന്തായാലും നീർക്കോലിക്കുട്ടൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാണ് കേട്ടോ. നീർക്കോലിക്കുട്ടനെ നമ്മളെ ബാബോട്ടൻ ഇപ്പൊ പിടിക്കും. തൂക്കിയതാ പോണ അടുത്ത് അയ്യോ തട്ടി കരക്കെത്തി അങ്ങോട്ടന്നെ വേണ അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ മൂന്നാമത്തെ കുഴിയിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടിയിട്ടുള്ള മീനുകൾ ഈ ഒരു മൂന്നാമത്തെ കുഴിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള മീനുകളാണ് ഈ ഒരു മീൻ ബോക്സിലുള്ളത്. അപ്പൊ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളും കൂടി നമുക്കൊന്ന് കാണട്ടെ. വെള്ളമൊക്കെ ഒഴിവാക്കി നല്ല ഡീറ്റെയിൽ ആയി തന്നെ കാണാം. അപ്പൊ വെള്ളമൊക്കെ ഒഴിവാക്കി ഈ ഒരു വലിയ ഡ്രമ്മിലോട്ട് മാറ്റിയിടുന്നുണ്ട്. വലുത് ചെറുതൊക്കെ വേർതിരിച്ചിട്ടോ. അപ്പൊ ഇവിടെ കാണുന്ന ഇത്രയും മീനുകളാണ് കേട്ടോ നമ്മളെ സുഹൃത്തുക്കൾക്ക് 3 കുഴികളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാം കൂടി ചേർത്ത് ഒരു 10-70 കിലോക്ക് മേത നമ്മളെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു 3 കുഴികളിൽ നിന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.